ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ഇൻറ്റഗ്രൽ സൊല്യൂഷൻ ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഇനിക്വാളിറ്റി. അപ്പോൾ ഇനിക്വാളിറ്റി, അപ്പോൾ ആദ്യത്തെ ബേസിക് കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഡിഫൈൻഡ് ആയിരിക്കണം. ഡിഫൈൻഡ് ആവണം, ഇത് 0 ആവാൻ പാടില്ല. അത് മാത്രമല്ല ഉള്ളിലുള്ള സാധനം ദാറ്റ് ഈസ് 8x മൈനസ് 7x ആണെന്ന് തോന്നുന്നു. 7x മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഈക്വൽ ടു 0 ആവാൻ പാടില്ല, കാരണം ഡിനോമിനേറ്ററിൽ 0 നോട്ട് ഡിഫൈൻഡ് ആണ്. അതേപോലെ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7 ദാറ്റ് ഈസ് ലെസ് ദാൻ 0. സോ എക്സ് മൈനസ് 7 എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് ലെസ് ദാൻ 0. സോ എക്സ് ബിലോങ്സ് ടു 1 മുതൽ 7 വരെ എന്നുള്ളത് കിട്ടും. സോ ഇതാണ് നമ്മൾ ഏറ്റവും വലിയ ഗ്രാൻഡ് ഫാദർ കേസ് എന്ന് പറയാൻ പറ്റുന്നത്. ഇതാണ് ഗ്രാൻഡ് ഫാദർ കണ്ടീഷൻ. അപ്പോൾ ഈ കംപ്ലീറ്റ് സംഭവങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ കണ്ടീഷൻ 1 മുതൽ 7 വരെ ആവണം. അപ്പോൾ നോക്കി ഈ ലോഗിൻ്റെ ഉള്ളിലുള്ള ഓരോ ടേംസും നമുക്ക് നോക്കാം. അത് എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 3 ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ലോഗിൻ്റെ ഉള്ളിലുള്ളത്. ഇനി 1 മുതൽ 7 വരെ ഇതിൻ്റെ റൂട്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ വെർട്ടെക്സ് എന്താണ്? വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ആണ് വെർട്ടെക്സ്, കറക്റ്റ് അല്ലേ? -2 ആണ് വെർട്ടെക്സ്. അപ്പോൾ നോക്കി ഈ ഗ്രാഫ് എന്തായാലും അപ്വേർഡ് പാരാബോളയാണ്. -2ലാണ് വെർട്ടെക്സ് ഉള്ളത്. ഇങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഇങ്ങനെ പോകുന്നത്. ഇനി ഇതിൻ്റെ ഇത് 0 ഇങ്ങനെ തട്ടണമെന്നൊന്നുമില്ല, എനിക്കറിയില്ല എങ്ങനെയാണ്. ജസ്റ്റ് -2ലാണ് വെർട്ടെക്സ് എന്നുള്ള കാര്യം കാണിച്ചിട്ടുണ്ട്. ഇനി 1 മുതൽ 7 വരെ അതിൻ്റെ കേസ് എന്താ? 1ലെ വാല്യൂ എടുത്ത് നോക്കുക. 1ൽ വാല്യൂ ഇട്ട് കൊടുക്കുക. 1ന് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 പ്ലസ് 4 മൈനസ് 3 ദാറ്റ് ഈസ് 2. 1ൻ്റെ വാല്യൂ 2 ആണ്. സോ ഞാൻ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കുന്ന സമയത്ത് 2 ആണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഈ ഗ്രാഫ് അല്ല വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതിൻ്റെ ഗ്രാഫ് ഡയറക്റ്റ് നമുക്ക് വരക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ ജസ്റ്റ് വെർട്ടെക്സ് കണ്ടെത്താൻ. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ -2ഉം അതേപോലെ പിന്നെ എന്താണ്? ഓക്കെ, ഞാനിത് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. വെർട്ടെക്സ് കണ്ടെത്തിയിട്ടുണ്ട്. വെർട്ടെക്സ് -2, -7 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എഫ് ഓഫ് 1ൻ്റെ വാല്യൂ ഞാൻ നേരത്തെ എത്രയാണ് പറഞ്ഞത്? എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 2 ആണ്. സോ എഫ് ഓഫ് 1ൽ 2 ഈ രീതി കിട്ടും. സോറി, ഇവിടെ 2 അല്ല വേണ്ടത്. എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 2 കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എഫ് ഓഫ് 7ലാണെങ്കിലും ഒരു പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ തന്നെ ഓബ്വിയസ് ആയിട്ട് വിസിബിൾ ആണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഉള്ളിൽ ആൾ എപ്പോഴും പോസിറ്റീവ് ആണെന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ആൻഡ് സിമിലർലി ഞാൻ എന്ത് ചെയ്യും? എക്സ് 1 മുതൽ 7 വരെ എക്സ് സ്ക്വയർ പ്ലസ് 6x ഈ പറഞ്ഞ ലോഗിൻ്റെ ഉള്ളിലുള്ള സാധനം ആയിട്ടുള്ള ഈ ആളുടെ ഇതും കൂടി എക്സ് മൈനസ്, അങ്ങനെ അയാളുടെയും ഗ്രാഫ് നമ്മൾ നോക്കുന്ന സമയത്ത് 1 മുതൽ 7 വരെ ഇതിൻ്റെ ഉള്ളിലുള്ള ആളും ഇതേപോലെ തന്നെ പോസിറ്റീവ് ആണ്. സോ ഡിഫൈൻഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. സോ 1 മുതൽ 7 വരെയാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ സെറ്റ്. ആ സൊല്യൂഷൻ സെറ്റിൻ്റെ ഉള്ളിലുള്ളതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ഉത്തരമൊന്നും കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാകുന്ന സമയത്ത് ഇയാൾ പോസിറ്റീവാണ്, ഇയാളും പോസിറ്റീവാണ്. ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആണ്. കാരണം നോക്കി ഇയാൾ 2നേക്കാളും വലുതാണ് 1 മുതൽ 7 വരെ. അതേപോലെ ഇയാളും സ്വാഭാവികമായിട്ട് ഇയാളും 2നെക്കാളും വലുതാവുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പം ഇവ രണ്ടാളും, കാരണം ഇവിടെ എന്താണ് ബേസും അതേപോലെ ആർഗ്യുമെൻറ്റും 1നേക്കാളും വലുതായത് കൊണ്ട് ഇയാൾ പോസിറ്റീവാണ്, ഇയാളും പോസിറ്റീവാണ്. ഫൈൻ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതൊക്കെ ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്താവണം? കംപ്ലീറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ ഉത്തരം കിട്ടേണ്ടത് 1 7ൻ്റെ സബ്സെറ്റിൻ്റെ ഉള്ളിലാണെന്നുള്ള കാര്യം ഒബ്വിയസ്. അങ്ങനെ ഇവരൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഒരു പോസിറ്റീവ് കിട്ടണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചു നോക്കും, ലാസ്റ്റുള്ള ഫൈനൽ ആൻസർ എന്തായാലും 1 മുതൽ 7 വരെ ആയിരിക്കൂലേ? കാരണം വെച്ചാൽ ഇത് ആഡ് ചെയ്തെന്തല്ലോ പോസിറ്റീവ് വാല്യൂസ് വരും. പക്ഷെ അത് അങ്ങ് കുറേ വരെ പോകും, ഇൻഫിനിറ്റി വരെ പോകും. പക്ഷേ എന്താണ് ഡിഫൈൻഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് 1 മുതൽ 7 വരെ. സോ നമ്മുടെ ഫൈനൽ ആൻസർ 1 മുതൽ 7 വരെയാണ് കിട്ടും. സോ 1 മുതൽ 7 വരെ 5 ഇൻറ്റിഗ്രൽ വാല്യൂ. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ബോത്ത് റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ദേ ലൈ ഇൻ ദി ഇൻ്റർവെൽ 1 മുതൽ 5 വരെ. അപ്പം രണ്ട് റൂട്ട്സും 1 മുതൽ 5 വരെയാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തേ 1 വരക്കാം, 5 വരക്കാം. നോക്കി എന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഒന്ന് ഇങ്ങനെ ആവാം. രണ്ട് റൂട്ട്സ് 1ൻ്റെ 5ൻ്റെ ഇടയിലാവണ്ടേ. അപ്പോൾ രണ്ട് റൂട്ട്സും 5ൻ്റെ ഇടയിലാവും. ഇത് പോസിറ്റീവാണ് 1 ആയതുകൊണ്ട്. ഓക്കെ, അങ്ങനെ ആവാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം 1ൻ്റെ മുകളിൽ തട്ടിയിട്ട് പോവാം. എങ്ങനെ? 1ൻ്റെ മുകളിൽ തട്ടാം, ഇങ്ങനെ പോവാം. അപ്പോൾ നോക്കി 1 മുതൽ 5 വരെ രണ്ട് റൂട്ട്സ് ഉണ്ട്. കാരണം 1 ഇൻക്ലൂഡഡ് ആണ്. കണ്ട, ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയാണെങ്കിൽ കളി മാറുമായിരുന്നു. പക്ഷേ ഇത് ഇൻക്ലൂഡഡ് ആണ്. 1 മുതൽ 5 വരെ ഇതും ആവാം, മേ ബി എന്തോ ആവാം. പിന്നെ 1 മുതൽ 5 വരെ ഇതിൻ്റെ മുകളിലൂടെ ലൈൻ പോയിട്ട് ഇങ്ങനെ ആവാം. അപ്പം രണ്ട് റൂട്ട്സും ഇതിൻ്റെ ഇടയിൽ തന്നെ ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താ കേസ്? ഇവിടെ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് 1 പോസിറ്റീവ്, എഫ് ഓഫ് y പോസിറ്റീവ്, പിന്നെ എന്താണ് d ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, പിന്നെ -b/2a അത് 5ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. ഇത്ര ഇൻഫോർമേഷൻസ് ഇതൊക്കെ ഇൻ്റർസെക്ട് ചെയ്ത് ഉത്തരം കണ്ടെത്താം. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ആകെ ഒന്ന് കൊടുക്കാൻ വെച്ചാൽ എഫ് ഓഫ് 1 അത് 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 0 ആയിട്ട് നമുക്കൊരു എമ്മിൻ്റെ വാല്യൂ കിട്ടും. ആ എമ്മിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് 1 ഒരിക്കും സൊല്യൂഷൻ, പിന്നെ നമുക്ക് കിട്ടുന്ന 4 ആണ്. ഓക്കെ, ആ 4 ഇതിനിടയിലാണ് നോക്കുക. അങ്ങനെ 4 ഇതിനിടയിൽ ആയത് കൊണ്ട് തന്നെ നമുക്ക് ആ പറഞ്ഞ എമ്മിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. സോ ആ എം എടുത്ത് വെക്കാം. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന എം ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ആവുന്ന തരത്തിലുള്ള എം ആട്ടോ കണ്ടെത്തേണ്ടത്. അതേപോലെ ഇവിടെയാണെങ്കിൽ എഫ് ഓഫ് 5 0 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വാല്യൂ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ വാല്യൂവിൽ നമുക്ക് എന്ത് റൂട്ട്സ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് 1ൻ്റെ ഫൈൽ അടിയാണ് ആണെങ്കിൽ നമുക്ക് ആ പറഞ്ഞ എം വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ടോ ഈ 3 കേസിന് യൂണിയൻ എടുക്കുക. അത്രേ ഉള്ളൂ മെത്തേഡ്. ഓക്കെ, ഫൈൻഡ് ഓൾ ദി വാല്യൂസ് ഓഫ് ഫോർ എം ഫോർ വിച്ച് ഇക്വേഷൻ അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഇൻ ദി ഇൻ്റർവെൽ 2 മുതൽ 3 വരെ. ഒരു റൂട്ടെങ്കിലും 2 മുതൽ 3 വരെ. പിന്നെ ഇതിൻ്റെ എമ്മിൻ്റെ നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ മേ ബി അപ്വേർഡ് ആവോ ഡൗൺവേർഡ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ശരി. ഞാൻ എന്താ ആദ്യം 2 മുതൽ 3 വരെ. ഓക്കെ, ഒരു റൂട്ടെങ്കിലും 2ൻ്റെയും 3യുടെ ഇടയിൽ. അപ്പം 2 റൂട്ടും 2യുടെ ഇടയിൽ 3 എന്നാണ് നമുക്ക് പറയാം. ഓക്കെ, ശരി. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഒരു റൂട്ട് 2ൻ്റെയും 3യുടെ ഇടയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതൊരു സാധ്യതയുണ്ട്. ഇത് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെയാണ്? 2 3 ഇങ്ങനെ ആവുമല്ലോ വേണമെങ്കിൽ. ഇവിടെ നോക്കി, ഇവിടെ f(2) നെഗറ്റീവായി, f(2) പോസിറ്റീവ്. അത് ഇവിടെ f(3) പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ f(3) നെഗറ്റീവായി. അപ്പോൾ ഇത് രണ്ടിനെയും കൂടിയിട്ട് എനിക്കൊരു രീതി പറയാൻ പറ്റും. f(2) ഇൻറ്റു f(3) അതെന്താണ് നെഗറ്റീവാന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല m+1 അതാണ് a നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് m നോട്ട് ഈക്വൽ ടു -1 എന്നും പറയാൻ പറ്റും. ഓക്കെ, അത് ഈ ഒരു കേസ്, ഈ രണ്ടും കേസ്. ഇത് സെപ്പറേറ്റ് കേസാണ്. ഓക്കെ, ഇത് ഒരു കേസായിട്ട് എടുക്കാം. പിന്നെ അടുത്ത കേസ് എന്താണ്? അടുത്തത് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഡൗൺലോഡ് പാരബോളിൻ്റെ പരിപാടി. നമുക്കറിയില്ല ഇത് ഡൗൺലോഡാണ്. സോ 2 മുതൽ 3 വരെ ഇങ്ങനെ ആവാം. അതേപോലെ ഇതിൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ. എന്നിട്ട് നമ്മൾ ഓരോ കേസസ് ഡൗൺലോഡ് പാരബോളിൻ്റെയും ചെയ്താൽ മതി. നമ്മളിപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ എക്സാക്ട്ലി 1 റൂട്ട് ഇൻ ഇൻ്റർവെൽ 2 to 3 ആണ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് പറഞ്ഞ അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഇൻ ഇൻ്റർവെൽ 2 to 3. അപ്പം 2യുടെയും 3യുടെ ഇടയിൽ എക്സാക്ട്ലി 1 റൂട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും. അത് നമ്മളെ ഈ രീതിയിൽ ചെയ്യാൻ. ഓക്കെ, എന്നിട്ടോ അല്ല, എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ 2യുടെയും 3യിൽ ഒറ്റ റൂട്ട് മാത്രം അത് ഓരണം. പിന്നെ അതേപോലെ 2യുടെയും 3യുടെ ഇടയിൽ 2 റൂട്ടുള്ളത് ആ രീതിയിലും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിനെയും സമ്മേഷൻ ചെയ്യാൻ. ഈ കണ്ടീഷൻസ് ഒക്കെ ഇതും യൂണിയൻ എടുക്കേണ്ടി വരും. പിന്നെ ഇത് ഇവിടുന്ന് കോമൺ ആയിട്ട് എന്താണെന്ന് ഇവിടെ എന്താ f(3) നെഗറ്റീവ് ആണ്. അപ്പം ഇവിടുന്ന് ഇത് രണ്ടും ഒരുമിച്ച് കോമൺ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റാൻ ഞാൻ പറയും a ഇൻറ്റു f(2) ദാറ്റ് ഇസ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. അതേപോലെ a ഇൻറ്റു f(3) ദാറ്റ് ഇസ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്താണ്, d > 0 നിർബന്ധമാണ്. പിന്നെ -b/2a അത് എന്താണ് 3യുടെയും 2യുടെയും ഇടയിലാവണം. ഓക്കെ, അതെല്ലാം കൂടിയിട്ട് ഒരു ഉത്തരം കിട്ടും. ഇൻ്റർസെക്ഷൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഈ ഉത്തരവും ആ ഉത്തരവും യൂണിയൻ ചെയ്യുക. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ 4x² + ax + a - 3 അത് നെഗറ്റീവ് ആണെങ്കിലും ഫോർ അറ്റ്ലീസ്റ്റ് 1 നെഗറ്റീവ് എക്സ് എന്നാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് എക്സിനെങ്കിലും ഇത് നെഗറ്റീവ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഫംഗ്ഷനെ പറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് ആണ് അറ്റ്ലീസ്റ്റ് 1x. അപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നാമത് ഇത് അപ്വേർഡ് ഓപ്പണിംഗ് പാരബോൾ എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് അറ്റ്ലീസ്റ്റ് 1 നെഗറ്റീവ് എക്സ്, ഇത് നെഗറ്റീവ് ആവണം പോലും. ഓക്കെ, ഇപ്പോൾ 2 റൂട്ട്സും ഇങ്ങനെ ആവുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു 2 റൂട്ട്സും നെഗറ്റീവ് സൈഡിലോട്ടേക്ക് പോവാം. അന്നേരം നോക്കി നോക്ക്, 2 റൂട്ട്സ് എന്തായാലും വേണം. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു എക്സിനെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. പിന്നെന്താ എനിക്ക് വേണമെങ്കിൽ എന്താണ് ഒരു റൂട്ട് അറ്റ്ലീസ്റ്റ് അല്ല, അപ്പോൾ ഒരു റൂട്ട് ഇങ്ങനെയും പോവാം. കാരണം ഇത് രണ്ടും ഒരുമിച്ച് എന്താ വരക്കുന്നത്, ഒരുമിച്ച് വരച്ചത് എന്ത് കാരണം നമുക്ക് നോക്കാം. ആദ്യം ഇങ്ങനെ ആവാമെന്നുള്ള കാര്യം മനസ്സിലായി. ശരി, ഇനി മേ ബി 0ൻ്റെ റൈറ്റ് സൈഡിലോട്ടേക്ക് ഇങ്ങനെ പോയിക്കൂടെ, ഇങ്ങനെ ഒരാൾ ഈ നെഗറ്റീവ്. ഓക്കെ, ഇതാവാം, ഇതിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് സാധ്യതയുള്ളൂ അല്ലേ. അപ്പോഴും ഓപ്പണിംഗ് പാരബോള അറ്റ്ലീസ്റ്റ് ഒരു എക്സിനെങ്കിൽ നെഗറ്റീവ് വാല്യൂ വരണം. അപ്പോൾ ഈ രീതിയിൽ, അല്ലാണ്ട് ഇത് ഇങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവില്ലല്ലോ. അപ്പം എന്തായാലും ഈ രീതിയിലാണ് എനിക്ക് കാണുന്നുള്ളൂ. ഞാൻ ഇതെന്തുകൊണ്ട് രണ്ടും ഒരുമിച്ച് വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നോക്കാം. എനിക്ക് ഇവിടെ പറയാൻ പറ്റും f(0)നെ പറ്റി എന്താ പറയാൻ പറ്റുക. f(0)ൻ്റെ വാല്യൂ ഐദർ 0 അല്ലെങ്കിൽ നെഗറ്റീവ്. കണ്ടോ, ഐദർ 0 അല്ലെങ്കിൽ നെഗറ്റീവ്. ഇവിടെയാണെങ്കിൽ f(0)യുടെ വാല്യൂ പറഞ്ഞിട്ട് പോയി നേരെ ഓപ്പോസിറ്റാണ് പറയേണ്ടത്. നോക്കി നോക്കുക, f(0)യുടെ വാല്യൂ ഇങ്ങനെ പോകുന്നത്, ഇത് നേരെ 0. f(0) ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആവുന്നുണ്ട്. 0 ആവുന്ന പൊസിഷൻ ഇത്, ഈ പൊസിഷനിൽ 0 ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഐ കുഡ് സേ ദാറ്റ് f(0) ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. പിന്നെ എന്താ വേറെ പറയാൻ പറ്റുക, പിന്നെ -b/2a പറ്റി പറയേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ -b/2a പറ്റി ചിന്തിക്കാം. -b/2 അത് എന്തായാലും 0യുടെയും ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്. ഈ രണ്ട് കേസസിലും 0യുടെ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്. സോ -b/2a ദാറ്റ് ഈസ് ലെസ് ദാൻ 0 എന്ന് പറയാൻ പറ്റും. പിന്നെ d > 0ൻ്റെ ആവശ്യമുണ്ടോ? d > 0ൻ്റെ ആവശ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ > 0ൻ്റെ ആവശ്യമില്ല. കാരണം ഈക്വൽ ടു ആയി കഴിഞ്ഞാൽ അവിടെ ടച്ച് ചെയ്ത് പോകും. ടച്ച് ചെയ്യാൻ പാടില്ല. എന്നാൽ ടച്ച് ചെയ്ത് ഇങ്ങനെ നെഗറ്റീവ് ആവില്ല. ഓക്കെ, അപ്പോൾ d > 0ൻ്റെ ആവശ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ > 0 ഇല്ലെങ്കിൽ
ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വേ ബി വരാം. ഓക്കെ, പക്ഷേ എന്ന് വെച്ചിട്ട് ഈ ഇത് ടച്ച് ചെയ്യാണ്ട് പോവും, താഴോട്ടേക്ക് ടച്ച് ചെയ്യാണ്ട് പോവും. അപ്പോൾ ആ കണ്ടീഷൻസ് അപ്ലൈ അല്ല ഇൻ്റർസെക്ഷൻ ചെയ്യാം. അതേപോലെ ഇനി ഇവിടെയാണെങ്കിൽ f(0) നെഗറ്റീവ് എന്നുള്ള ഒറ്റ കണ്ടീഷനെ കാണുന്നുള്ളൂ. പിന്നെ എന്താണ്, അത് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഈ രണ്ട് ഉത്തരങ്ങളൊന്നും ലാസ്റ്റ് യൂണിയൻ ചെയ്യുക, അത്രേ ഉള്ളൂ. യൂണിയൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഓൾ ദ റിയൽ വാല്യൂസ് ഓഫ് m ഫോർ വിച്ച് ദി ഇനിക്വാലിറ്റി mx² - 4x + 3 ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഫോർ ഓൾ പോസിറ്റീവ് എക്സ് എന്നാണ് പറയുന്നത്. എല്ലാ പോസിറ്റീവ് എക്സിനും നമ്മുടെ ഈ പറഞ്ഞ ഇക്വേഷൻ ആയിട്ടുള്ള mx² എന്തായിരുന്നു, എല്ലാ പറഞ്ഞ ഈ ഇക്വേഷനും ഇത് സാറ്റിസ്ഫൈഡ് ആവണം എന്നാണ് പറയുന്നത്. ഏത് എക്സ് പോസിറ്റീവിന്. ഓക്കെ, അപ്പോൾ എക്സ് പോസിറ്റീവ്. അപ്പോൾ ഇവിടുന്ന് ഒബ്വിയസ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്വേർഡ് പാരബോളാണ്. ഡൗൺവേർഡ് പാരബോളാണ് എന്തായാലും നെഗറ്റീവ് ആയിപ്പോവും അല്ലേ, എന്തായാലും നെഗറ്റീവ് വരാണ്ട് നിൽക്കില്ല. അന്നേരം എക്സ് പോസിറ്റീവിൻ്റെ സ്ഥലത്തും മേ ബി നെഗറ്റീവ് ആവാം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എം എന്തായാലും അപ്വേർഡ് പാരബോളായതുകൊണ്ട് എമ്മിന് > 0 ആവണം. അത് ക്ലിയർ ആണ്. ഒന്ന് ഈ രീതിയിൽ പോകാം. അന്നേരം ഓക്കെ f(0) പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ട്, ഇവിടെ f(0) പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. വേറെ എന്താ, 0യിലൂടെയും പോകണമെങ്കിൽ പോവാം അല്ലേ, ഇങ്ങനെയും പോവാം. ഓക്കെ, പിന്നെന്താ പറയാൻ പറ്റുക, പിന്നെ ഇതൊരു ടൈപ്പ് കേസ്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഇതന്നെ ഇങ്ങനെയാണ്, ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഈ രീതിയിൽ വേണമെങ്കിൽ ആവാം അല്ലേ. ഈ രീതിയിൽ 0നേക്കാളും വലുതാണെന്നല്ലേ പറയുന്നുള്ളൂ, അല്ലാണ്ട് ഇത് റൂട്ട് വേണമെന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലാവാം. ഈ രീതി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടുന്ന് എന്തുകൊണ്ട് ഞാൻ ഇത് ഒരുമിച്ച് എഴുതാൻ പറഞ്ഞു, കാരണം വെച്ചാൽ നമുക്ക് 3 കണ്ടീഷൻസ് ഒരുമിച്ച് എഴുതാൻ ഓപ്ഷൻ ഉണ്ട്. കാരണം f(0) പോസിറ്റീവ് ആവാം, 0 ആവാം എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ കിട്ടാൻ, f(0) > 0 കിട്ടുന്നുണ്ട്, പിന്നെ -b/2a അത് <0 കിട്ടുന്നുണ്ട്, പിന്നെ എന്താ പറയുക d > 0 എന്ന സാധ്യതയുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, വേറെ 0 ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ആവാം അല്ലേ. നമ്മുടെ ഈ പറഞ്ഞ ഇത് തട്ടുന്നുണ്ട് കേട്ടോ, അപ്പോൾ തട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നേരെ. അപ്പോൾ ഇതിനും സാധ്യതയുണ്ട്, കാരണം എല്ലാ 0ക്കും പോസിറ്റീവ് വാല്യൂസാണ് വരുന്നത്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതെങ്ങനെ കിട്ടാൻ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കുക, ഓരോ കേസസ് വരച്ച് നോക്കുക, അങ്ങനെ നമുക്കിത് കിട്ടാൻ. എന്നിട്ട് ഇത് ഇവിടെയുള്ള കണ്ടീഷൻസ്, ഇവിടെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ f(0) ദാറ്റ് ഈസ് പോസിറ്റീവ്. f(0) ഓൾറെഡി പോസിറ്റീവ് എന്ന് ഇവിടെ കൊടുത്തുകൊണ്ട് പിന്നെ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ d > 0 അതിൻ്റെ ആവശ്യമില്ല, കാരണം വെച്ചാൽ ഇത് ഓൾറെഡി എന്തായാലും d > 0 അല്ല. ഇപ്പോൾ ഇവിടുന്ന് ഒബ്വിയസ് ആണ് എന്താ d < 0 ആണ്, കാരണം ഇതിങ്ങനെ തട്ടാണ്ടിരിക്കണം. പിന്നെ അത് മാത്രം a > 0 അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. ലാസ്റ്റുള്ള ഉത്തരം m > 0നേക്കാളും ഇൻ്റർസെക്റ്റ് ആണ്. ഈ പറഞ്ഞ 3 കേസസിനും കിട്ടുന്ന ഉത്തരം m > 0 ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യണം, കാരണം അതാണ് ഏറ്റവും വലിയ ഗ്രാൻഡ് ഫാദർ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെന്താ a > 0, പിന്നെ d < 0, പിന്നെന്താ പറയാൻ പറ്റുക, ഈ കണ്ടീഷൻ മാത്രം മതി, പിന്നെ അത് മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇവിടെ ആണെങ്കിൽ എന്തോ, ഇവിടെ -b/2 എന്ന് വെച്ചാൽ -b എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ദാറ്റ് ഈസ് -2/m ദാറ്റ് ഈസ് <0, മൈനസ് പ്ലസ് ആവും. ഓക്കെ, സോ ഇവിടെ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്, ഇവിടെ എം നെഗറ്റീവ് ആവണമെന്നാണ് പറയുന്നത്. എം ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല, കാരണം എം പോസിറ്റീവ് ആണ് ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ ഇതിന് സാധ്യതയില്ല. ഇനി ഇത് രണ്ടും അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ മാത്രം. ലാസ്റ്റ് ഫൈനൽ ഉത്തരങ്ങളെല്ലാം ഒന്ന് യൂണിയൻ എടുത്താൽ. അടുത്ത ഫൈൻഡ് ഓൾ ദി റിയൽ വാല്യൂസ് ഓഫ് പെരിമീറ്റർ എ ഫോർ വിച്ച് ഈക്വേഷൻ. അപ്പോൾ ഒന്നാമത് ഇവിടെ ഇടക്കിടക്ക് ഞാൻ 2x കാണുന്നുണ്ട്. അപ്പോൾ 2x ഞാൻ എന്ത് വിളിക്കും, t എന്ന് വിളിക്കും. അങ്ങനെ ആകുമ്പോൾ t² - ax അല്ല at - a + 3 ദാറ്റ് ഈസ് < 0 എന്ന രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ട്. ഇവർ പറയുന്നത് വെച്ചാൽ എല്ലാ എന്താണ് ഈ പറഞ്ഞ സംഭവം ഇറ്റ്സ് ഓൾവേസ് സാറ്റിസ്ഫൈഡ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ റിയൽ എക്സ്, അറ്റ്ലീസ്റ്റ് ഒരു റിയൽ എക്സിനെങ്കിലും ഇത് സാറ്റിസ്ഫൈഡ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം t = 2x. ഓക്കെ, അപ്പം ഈ പറഞ്ഞ എക്സിന് അറ്റ്ലീസ്റ്റ് റിയൽ ആവുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആവണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം അറിയാം, 2x എന്തായാലും ഇത് പോസിറ്റീവ് ആകും, but t എന്തായാലും > 0 എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, പിന്നെ പറഞ്ഞാൽ വെച്ചാൽ ഏതെങ്കിലും ഒരു എക്സിനെങ്കിലും അറ്റ്ലീസ്റ്റ് ആയിട്ട് എന്താണ് ഇത് ഈ ഒരു സംഭവം സാറ്റിസ്ഫൈഡ് ആവണം. ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ ഏതെങ്കിലും ഒരു റിയൽ എക്സിന് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ഒരു റിയൽ എക്സ്, ഏത് റിയൽ എക്സ് ആയാലും അല്ലേ, അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ ഏത് റിയൽ എക്സ് ആയാലും t > 0 ആണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ടിക്ക് വേണ്ടിയിട്ട്, അറ്റ്ലീസ്റ്റ് ഒരു പോസിറ്റീവ് ടിക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ള രീതിയിലായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു പോസിറ്റീവ് ടിക്കെങ്കിലും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പോസിറ്റീവ് ടിക്കെങ്കിലും ഇത് സാറ്റിസ്ഫൈഡ് ആവണം പോലും. അപ്പം ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷന് അത് 0നേക്കാളും വലുതാവണം, അതിൻ്റെ
അത് 0-നേക്കാളും ചെറുതാണ് അല്ലേ. ഇപ്പം ഒരു പോസിറ്റീവ് ടീക്കെങ്കിലും ഇനി എക്സ് ആക്സിസ് ഉള്ളത് ടി ആട്ടോ. അപ്പോൾ ഒരു പോസിറ്റീവ് ടീക്കെങ്കിലും നെഗറ്റീവ് വാല്യൂ വരണം. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ആവാം, കാരണം ഒരു പോസിറ്റീവ് ടീക്ക് ഒരു കുറച്ച് പോസിറ്റീവ് ടീകൾക്ക് നെഗറ്റീവ് അടുത്ത റൂട്ട് ഈ രീതിയിൽ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നെഗറ്റീവ് വരണം. അപ്പോൾ ഇങ്ങനെ ആവാൻ പറ്റുമോ? അത് ഓൾറെഡി നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ വേറെ ഏതാ സാധ്യത ഉള്ളത്? പിന്നെ ഇങ്ങനെ ആവാം, ആയിക്കൂടെ? ആവാമല്ലോ. അപ്പം കുറേ പോസിറ്റീവ് ടീക്ക് നെഗറ്റീവ് ആവുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ ആവാൻ പാടില്ല. ഇങ്ങനെ ആവാം, കാരണം എന്താ, നെഗറ്റീവ് മാത്രമല്ല ഈക്വൽ ടു 0 ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആവാനും പറ്റും എന്ന് പറയുന്നത്. ശരി, കാരണം ഈക്വൽ ടു 0 ഉള്ളതെന്ന് ഇങ്ങനെ ആവാം. പിന്നെ എന്താണ് 0ൻ്റെത് വേറെ ഏതെങ്കിലും സാധ്യതകളുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 0-ലൂടെ പോയിട്ട് ഇങ്ങനെ പോവാമല്ലോ. 0-ലൂടെ പോയിട്ട് ഇങ്ങനെ ആവാം. അന്നേരം ഇവിടെ നെഗറ്റീവ് പോകുന്നില്ല, നെഗറ്റീവ് വരണം അല്ല, നെഗറ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ 0 വരണം. അപ്പം 0-ലൂടെ പോയിട്ട് ഉള്ള ഒരു നെഗറ്റീവിന് സാധ്യത ഉണ്ട്, അത് ഒരുമിച്ച് എഴുതാം. 0-ലൂടെ പോയിട്ടുള്ള അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് 0-ലൂടെ പോവാണ്ട്, കാരണം വെച്ചാൽ അതിനെ രണ്ടിൻ്റെയും നമുക്ക് എങ്ങനെയാണ് ഒരുമിച്ച് എടുക്കാൻ പറ്റും. f(0) ദാറ്റ് ഈസ് നെഗറ്റീവ് അല്ലെങ്കിൽ f(0) എന്ന് പറഞ്ഞാൽ എത്ര ഇത്, f(0) പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആവാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ പറയാൻ പറ്റും f(0)യുടെ വാല്യൂ ഐദർ പോസിറ്റീവ് ആവുന്നുണ്ട് അല്ലെങ്കിൽ 0 ആവുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല d ദാറ്റ് ഈസ് എന്താണ് -b/2a, അത് എന്താണ് >0 ആണ്. പിന്നെ d >0 ആണ്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതൊറ്റ കണ്ടീഷൻ എടുത്തത്. പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടീഷൻ, ഇവിടെ f(0) നെഗറ്റീവ് ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ് ഇത് എന്ന് പറഞ്ഞാൽ എന്താ, f(0) ഇവിടെ d = 0, കാരണം കറക്റ്റ് ടച്ച് ചെയ്തിട്ട് പോകുന്നത്, d = 0 പറ്റും. പിന്നെ -b/2 അത് >0. അങ്ങനെ കണ്ടീഷൻ നമ്മൾ ചിന്തിച്ച് ചെയ്യണം, അല്ലാണ്ട് ഒരു പരിപാടി ഇല്ല. കുറച്ച് ടഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ക്വസ്റ്റ്യൻ എന്താണ്, 3 മുതൽ 5 വരെ ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആണ് എടുത്താൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെർട്ടെക്സ് കണ്ടെത്താം. കാരണം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സംബന്ധിച്ചിട്ട് വെർട്ടെക്സിൻ്റെ ആ ഒരു ഭാഗത്തിലാണ് മിനിമം നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, വെർട്ടെക്സ് കണ്ടെത്താം. സ്വാഭാവികമായിട്ടും വെർട്ടെക്സ് കണ്ടെത്താൻ മാത്രമേ ഇയാൾ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇയാൾ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. കാരണം എങ്ങനെയാണ്, ജസ്റ്റ് ഇയാൾ ഡി നോക്കുക, d <0 ആണ് കിട്ടുന്നത്. പിന്നെ അത് മാത്രമേ എ പോസിറ്റീവ് ആണ് 1. അങ്ങനെ ആകുമ്പോൾ ഇയാളെപ്പോഴും എന്താണ് പോസിറ്റീവ് വാല്യൂ ആണല്ലോ കിട്ടും. സോ ദിസ് ഇസ് അപ്വേർഡ് പാരബോള എന്ന കാര്യം കിട്ടിയിട്ടുണ്ട്. വെർട്ടെക്സ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ്, നോർമലായിട്ട് -b/2a പിന്നെ -d/4a വെർട്ടെക്സ് കിട്ടും. ഇനി ഇവിടെ എക്സ് ആക്സിൻ്റെ കാര്യമാണ്, നമ്മൾ എക്സ് ആക്സിലുള്ള ആ എക്സ് കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടെക്സ് മാത്രം നമ്മൾ കണ്ടെത്തും. ഓക്കെ, ഇതാണ് -b/2a എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യും. m+2² + 1 എന്ന രീതിയിൽ എഴുതും. ഓക്കെ, അപ്പോൾ m എവിടെ നിന്ന് ഇടം റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ, m ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. സോ ഇവിടെ ഏറ്റവും വാല്യൂ ചെറിയ വാല്യൂ. സോ നമുക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ ടേമിൻ്റെ വാല്യൂ അത് എവിടെ നിന്ന് ഇടം വരെ 0 മുതൽ 2 വരെ കംപ്ലീറ്റ് നമ്മൾ ഗോള മെത്തേഡ് എന്ന് പറയും അല്ലേ. ഇത് 0 മുതൽ, അപ്പോൾ ഇത് മിനിമം പോയി കഴിഞ്ഞാൽ 1. ഓക്കെ, ഇത് 0-നേക്കാളും, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് 1 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറയാൻ പറ്റും. ഇത് ലാസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്താ കിട്ടാൻ ഈ ഒരു ഏരിയ കിട്ടുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് ബിലോങ്സ് ടു എവിടെ നിന്ന് ഇടം വരെയാണ്, 3 മുതൽ 5 വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ വെച്ചാൽ നമ്മുടെ വെർട്ടെക്സ്, ഓക്കെ, വെർട്ടെക്സിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ വെച്ചാൽ വെർട്ടെക്സിൻ്റെ മാക്സിമം വാല്യൂ കൂടിപ്പോയാൽ 2 വരുള്ളൂ, അതുപോലെ മിനിമം വാല്യൂ കൂടിപ്പോയാൽ 0 വരുന്നുള്ളൂ അല്ലേ. അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് ഇവിടെ മേ ബി ഇത് 2 ആവാം അല്ലെങ്കിൽ ഇത് 0 ആവാം. ഓക്കെ, അങ്ങനെ ആവുന്ന 3 ഇവിടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് പോയിന്റ്. അപ്പോൾ ടേണിംഗ് പോയിന്റ് മാക്സിമം കേസിലാണെങ്കിൽ 2 എന്ന് വിചാരിച്ചോ, 2 അതിന് ശേഷം 3 വരുന്നത്. ഓക്കെ, അപ്പോൾ 3 മുതൽ 5 വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താ മിനിമം വാല്യൂ എന്തായാലും 3 തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഒബ്വിയസ് ആണ്. കാരണം അതിനനുസരിച്ച് അതങ്ങനെ കൂടി പോകുന്നുണ്ടല്ലോ. അപ്പോൾ 3യുടെ വാല്യൂലാണ് മിനിമം വാല്യൂ. സോ f(3) കണ്ടെത്തും. f(3) കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് മിനിമം വാല്യൂ. f(3) ആണ് മിനിമം വാല്യൂ. ഇനി മിനിമം വാല്യൂയുടെ മിനിമം വാല്യൂ എന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത് വെർട്ടെക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് ആ ഒരു ടേണിങ് തുടങ്ങുന്നത്. അപ്പോൾ ടേണിങ് വെർട്ടെക്സ് മാക്സിമം പോലെ 2 വരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് 3 മുതൽ 5 വരെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 3യിലാണ് ഏറ്റവും മിനിമം വാല്യൂ ഉണ്ടാവുക. അപ്പോൾ മിനിമം വാല്യൂ 3യിലാണ് കാര്യം കിട്ടിയിട്ടുണ്ട്. ഇനി മിനിമം വാല്യൂ 3യിലാണ് കിട്ടി, അതിൻ്റെ മിനിമം വാല്യൂ ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ഇയാൾ സ്ക്വയർ എന്ന രീതിയിലാണുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഫാക്ടറൈസ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഗോള മെത്തേഡൊക്കെ വെച്ചിട്ട് എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. ഇനി ഇയാൾ ഏറ്റവും മിനിമം വാല്യൂ 4 ആയിരിക്കും അല്ലേ, ഇത് 0 ആയി പോകുവാണെങ്കിൽ അപ്പോൾ 4. അപ്പോൾ മിനിമം ഏറ്റവും വലിയ വാല്യൂ മിനിമം എന്ന് 4 കിട്ടും. ഇനി സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. ഓക്കെ, സീക്വൻസ് എന്താ പറയുക, ഏത് നമ്പർ ഒരു പാറ്റേൺ ഇല്ലാണ്ട് വെറുതെ എടുത്ത് എഴുതിയാലും സീക്വൻസ് ആവും. ഓക്കെ, അതേപോലെ സീരീസ് എന്നാ ഇതൊക്കെ സീക്വൻസ് ആണ്, പക്ഷെ ഇവർക്കൊന്നും പാറ്റേൺ ഇല്ല. ഓക്കെ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഒരു സീക്വൻസിലെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ ഓർഡർ ഏത് രീതിയിലാണ് നടന്നു പോകുന്നത്. ഇപ്പം ഇത് 1 5 20 17 -13 ഇങ്ങനെ തന്നെ എഴുതിയത് ഇതൊരു സീക്വൻസ് ആണ്.
ഇനി ഇതേ നമ്പർ വെച്ച് ഞാൻ ജമ്പിൾഡ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ അത് വേറെ സീക്വൻസ് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അല്ലാണ്ട് അത് രണ്ട് സെയിം സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരേ നമ്പർ എന്ന് പറഞ്ഞിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ അതിന് പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാത്തമെറ്റീഷ്യൻസ് ശരിക്കും പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് സീക്വൻസിലാണ് ഇൻട്രസ്റ്റഡ്, ഒരു പെർട്ടിക്കുലർ പാറ്റേണുള്ള സീക്വൻസിലാണ്. സോ പെർട്ടിക്കുലർ പാറ്റേണുള്ള സീക്വൻസിലാണ് നമ്മൾ പ്രോഗ്രഷൻ എന്ന് വിളിക്കാൻ. അപ്പോൾ അതിന് പല ടൈപ്പ് പ്രോഗ്രഷൻ ഉണ്ട്. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, ഹാർമോണിക് പ്രോഗ്രഷൻ സിലബസിൽ പോയി. പിന്നെ അരിത്തമാറ്റിക് ആൻഡ് ജോമെട്രിക് പ്രോഗ്രഷൻ, പിന്നെ കുറച്ച് മിസ്ലേനിയസ് ടൈപ്പ് പ്രോഗ്രഷൻസ് ഉണ്ട്, ടെലിസ്കോപ്പിക് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇഫ് വി ആഡ് ഓൾ ദി ടേംസ് ഓഫ് സീക്വൻസ്, അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സീക്വൻസിൽ എല്ലാ ടേംസും പിടിച്ച് ആഡ് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക. പിന്നെ ഒരു ഗോൾഡൻ ടേമാണ്, ഒരു ഗോൾഡൻ പോയിന്റ് ആണ്. ഓക്കെ, ഒരു നമുക്ക് nth ടേമിൻ്റെ ആ ടേം കിട്ടണം. ഒരു nth എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ടേം ഏതാണ്, മൂന്നാമത്തെ ടേം ഏതാണ്, നാലാമത്തെ ടേം ഏതാണ്, അതാണ് nth ടേം. ഓക്കെ, അപ്പോൾ nth ടേം കിട്ടണേ ഞാൻ വിചാരിക്കുന്നത് nth ടേം വരെയുള്ള സമ്മ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് അഞ്ചാമത്തെ ടേം കിട്ടണം. അഞ്ചാമത്തെ ടേം വരെയുള്ള സമ്മ് മൈനസ് നാലാമത്തെ ടേം വരെയുള്ള സമ്മിന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക, എനിക്ക് ആ അഞ്ചാമത്തെ ടേം അല്ല കിട്ടുക സ്വാഭാവികമായിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, സം ഓഫ് nth ടേം മൈനസ് സം ഓഫ് n മൈനസ് 1th ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു NTN എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് ഏത് സീരീസ്, ഈവൻ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആയിക്കോട്ടെ, ജോമെട്രിക് പ്രോഗ്രഷൻ ആയിക്കോട്ടെ. ഇനി നമ്മൾ ആദ്യത്തെ എന്താണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്താണ്, എല്ലാ ടേംസിൻ്റെയും എന്താണ് അടുത്തടുത്ത ടേംസിന് എന്താ ഒരു എല്ലാ ടേംസിൻ്റെയും ഒരു കോമൺ ഡിഫറൻസ് ആയിട്ട് പോകും. അടുത്ത ടേം ഒന്നാമത്തെ ടേം A ആണെങ്കിൽ അടുത്തത് A+D ആയിരിക്കും, രണ്ടാമത്തെ ടേം A+2D ആയിരിക്കും, അങ്ങനെ ആ ഡിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ എന്താണ് nth ടേം മൈനസ് n-1 ടേം അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് അതിന് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ വിളിക്കാൻ പറ്റുള്ളൂ. ഡി ഗ്രേറ്റർ എന്താണ് കോമൺ ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഇൻക്രീസിങ് AP എന്ന് പറഞ്ഞിട്ട്, ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ്, ഈക്വൽ ടു 0 ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് AP, എപ്പോഴും ഒരേ ടേംസ് തന്നെയുള്ള ഒരു AP. ഓക്കെ, ഇനി nth ടേം ഓഫ് AP എങ്ങനെ പറയാൻ, നമ്മൾ ഫസ്റ്റത്തെ ടേം A, സെക്കൻഡ് ടേം A+D, ഓക്കെ, തേർഡ് ടേം A+2D, ഫോർത്ത് ടേം A+4D, അല്ല അടുത്ത ഫോർത്ത് ടേം A+3D, ഫിഫ്ത്ത് ടേം നോക്കിക്കോ എത്രാമത്തെ ടേം ആണോ അത്രാമത്തെ ടേമിന് ഒരെണ്ണം കുറച്ചിട്ട് D, ദാറ്റ് മീൻസ് nth ടേം ആണെങ്കിൽ A+n-1D. ആ ഒരു പാറ്റേണിലാണ് ഡിറൈവ് ചെയ്തത്, അല്ലാണ്ട് വേറെ തല ഉപയോഗിച്ചിട്ടൊന്നുമല്ല. ഇനി kth ടേം ഫ്രം എൻഡ് ഓഫ് എൻ AP, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. നമ്മളിപ്പോൾ പറയുകയാണ് എന്താണ് 10ാമത്തെ ടേം ബാക്ക് നിന്ന് കണ്ടെത്താൻ പറയുന്നത്. അതിങ്ങനെ കണ്ടെത്തും, ബാക്ക് എന്നുള്ള കണ്ടെത്തൽ നമുക്ക് ടഫ് ആയിരിക്കും അല്ലേ. എങ്ങനെ ഫൈൻഡ് ദി 10th ടേം ഫ്രം ദി എൻഡ് നോക്കും. അപ്പോൾ നമ്മൾ ആയിരിക്കും ശരി, നമുക്ക് ഫസ്റ്റ് ടേമിന് ഫൈൻഡ് ദി 10th ടേം ഫ്രം ദി ഫസ്റ്റ് ബിഗിനിങ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഫൈൻഡ് ദി 10th ടേം ഫ്രം ദി ബിഗിനിങ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായി നോർമലായിട്ട് എന്നിൻ്റെ വാല്യൂ 10 കൊടുക്കുക, ഡൺ, കഴിഞ്ഞു. കോമൺ ഡിഫറൻസ് ഒക്കെ തരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 10th ടേം ഫ്രം എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ kth ടേം 10th ആയിക്കോട്ടെ എത്ര ആയിക്കോട്ടെ, kth ടേം ഫ്രം എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഞാൻ n ആണെന്ന് വിചാരിക്കുക. സോ n-k+1 ടേം ഫ്രം ബിഗിനിങ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് ഇത് എത്ര 1 2, അപ്പോൾ ടോട്ടൽ ടേംസ് 10 ഉണ്ട്. അപ്പോൾ എന്നോട് കണ്ടെത്താൻ പറയാണ് തേർഡ് ടേം ഫ്രം എൻഡ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തേർഡ് ടേം ഫ്രം എൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടഫ് ആവും. അപ്പോൾ ഞാൻ പറയും തേർഡ് ടേം ഫ്രം എൻഡ് വേണ്ട, ടോട്ടൽ 10 ഉണ്ട്. സോ 10 - 3 + 1 എന്ന് വെച്ചാൽ 7 + 1 8. സോ 8th ടേം ഫ്രം ബിഗിനിങ് കണ്ടെത്താൽ മതി, അത് തന്നെയാണ് തേർഡ് ടേം ഫ്രം എൻഡ്. സോ 8th ടേം ഫ്രം ബിഗിനിങ് എങ്ങനെയാണ്, നോർമലായിട്ട് A+n, എന്നിൻ്റെ പകരം 8 കൊടുക്കുക, ദാറ്റ് മീൻസ് 70, കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് അറിഞ്ഞിരിക്കുന്ന ആൾ. അല്ലെങ്കിൽ ഇതിന് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഏതാണ്, ഇതിന് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളോട് നടത്താൻ പറഞ്ഞാൽ 10th ടേം ഫ്രം എൻഡ് എന്ന് കണ്ടെത്താം. അല്ലെങ്കിൽ എന്താ വേറെ എത്ര കണ്ടെത്താൻ പറയുന്നത്, തേർഡ് ടേം ഫ്രം എൻഡ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇതിനെ തലയിരിക്കും, ഏത് നമ്മുടെ സീക്വൻസിനെ തലയിരിക്കും. അപ്പോൾ എങ്ങനെ തലയിരിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടേം ആരാവും 20 ആവും, തലയിരുന്ന് വിചാരിച്ചോട്ടെ. ഫസ്റ്റത്തെ ടേം 20, സെക്കൻഡ് ടേം ഇയാൾ ആ രീതിയിൽ. അപ്പോൾ അവിടുന്ന് തേർഡ് ടേം, അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് മാത്രം നെഗറ്റീവ് -D ആവും. അപ്പോൾ തേർഡ് ടേം ഫ്രം എൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയാൻ, ഞാൻ പറയും ഫസ്റ്റ് ടേം 20 + n-1 ദാറ്റ് ഈസ് 3, ദാറ്റ് ഈസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് അത് -2 ആവും. സോ -2 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ എത്ര കിട്ടാൻ 20 - 4 ദാറ്റ് 16, കറക്റ്റ് കിട്ടിയില്ലേ. അങ്ങനെയും ചെയ്യാം, തലയിരിച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. സമ്മേഷൻ ഓഫ് nth ടേം നമ്മൾ കണ്ടെത്താൻ പറയാണ്. ഓക്കെ, ഒരു സീക്വൻസ് വന്നിട്ടുണ്ട് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ 5 ടേംസിന് സമ്മ് കണ്ടെത്താൻ, അല്ലെങ്കിൽ 1550 ടേംസിന് സമ്മ്. അതിൽ ഡയറക്റ്റ് സമയത്ത് പോകാൻ സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എസ്, ഓക്കെ, നമ്മുടെ നോർമലായിട്ട് സമ്മ് S = A + A+D + A+2D കുറേ സമയം എടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇനി ഒന്ന് തലയിരിച്ച് എഴുതാം. തലയിരിച്ച് എഴുതുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, S തന്നെ ഒന്ന് തലയിരിച്ച് എഴുതുന്നത്. തലയിരിച്ച് എഴുതിയാലും ആഡിങ് തന്നെയല്ലേ. അപ്പോൾ എന്താ A+n-1D ഉണ്ട്. അയ്യോ ഇങ്ങനെ എഴുതാൻ പാടില്ല, ബ്രാക്കറ്റ്
എ പ്ലസ് എൻ മൈനസ് 1d അതാണ് ലാസ്റ്റ് ടേം. പിന്നെ എ പ്ലസ് എൻ മൈനസ് 2d ഉണ്ട്. ഓക്കെ, അങ്ങനെ എ പ്ലസ് എൻ മൈനസ് 3d ഡാഷ് 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 അങ്ങനെ എത്തും. ഇത് രണ്ടും മൂന്നും പിടിച്ച് ആഡ് ചെയ്ത് നോക്ക്. ആഡ് ചെയ്ത് എന്താ കിട്ടാൻ? ഇവിടെ എ ഇപ്പം 2 കിട്ടുന്നുണ്ട്. ഓക്കെ, പ്ലസ് ഇവിടെ എന്താ കിട്ടാൻ? രസകരത കാണിച്ചാൽ ഇതും ആഡ് ചെയ്താൽ 2a പ്ലസ് എൻ മൈനസ് 1d. അങ്ങനെ നോക്കി നോക്കി ഇതേ ഒരേ കോൺസ്റ്റൻറ്റ് ടേംസ് തന്നെ കിട്ടിക്കൊടുക്കുന്നത്. ഇവിടെ എത്ര ടേംസ് ഉണ്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ രണ്ട് ടേംസുകളല്ല, ഓരോ ടേംസുകൾ ഇവിടുത്തെ അപ്പുറത്തെ ഓരോ ടേംസ്, ഇപ്പുറത്തെ അപ്പുറത്തെ ഓരോ ടേംസ്. അപ്പോൾ ടോട്ടൽ എത്ര ടേംസ് ഉണ്ടാവണം? ഈ ഒരു ടേമിൻ്റെ മുകളിൽ ടേംസ്. അപ്പോൾ ടോട്ടൽ n ടേംസ് ഉണ്ടെങ്കിൽ ഇത് n ടൈംസ് ആവർത്തിക്കും. ദാറ്റ് മീൻസ് n ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 2s, കാരണം 2 എസ്സുകളാണ് ആഡ് ചെയ്തത്. സോ s ഇസ് ഈക്വൽ ടു n/2 എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ പറയാൻ പറ്റും? ലാസ്റ്റ് സം ഓഫ് ദി n ടേംസ് ഓഫ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന രീതിയിൽ എഴുതാൻ പറയാൻ പറ്റും. ഇത് നമ്മൾ കുറച്ച് അറിയുന്ന കാര്യങ്ങളല്ല, നമ്മൾ ബേസിക് മാത്തമാറ്റിക്സിലും കുറച്ച് പഠിച്ചു വെച്ച സാധനങ്ങളാണ്. ഇതിൻ്റെ ഡെറിവേഷൻ വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് എന്താണ് n² ആണെങ്കിൽ എത്ര ഇട്ടതാ? പിന്നെ ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ ഞാൻ എല്ലാ ടേംസിനും എന്താണ് ഒരു സെയിം നമ്പർ കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ തന്നെയായിരിക്കും. പോകാനായിട്ട് കോമൺ ഡിഫറൻസിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ എല്ലാ ടേംസിനും ഏതൊരു പെർട്ടിക്കുലർ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതും ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ തന്നെയായിരിക്കും. പക്ഷേ അവിടെ ഉണ്ടാകുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കെ ഡി എന്ന രീതിയിൽ വരും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ d/k എന്ന രീതിയിലായിരിക്കും കോമൺ ഡിഫറൻസ് വരാമെന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ രണ്ട് അരിത്തമാറ്റിക് പ്രോഗ്രഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന കോമൺ ഡിഫറൻസ് ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ കിട്ടുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഏത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്ത് അവർ രണ്ടാളെയും ആഡ് ചെയ്ത കോമൺ ഡിഫറൻസ് ആയിരിക്കും. അതേ അവർ രണ്ടാളെ ആഡ് ചെയ്യും. ഇത് ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്ന അരിത്തമാറ്റിക് പ്രോഗ്രഷൻ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6 + 1 7 ആയിരിക്കും. ഇനി രണ്ട് അരിത്തമാറ്റിക് പ്രോഗ്രഷൻസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് d1 മൈനസ് d2 എന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി രണ്ട് അരിത്തമാറ്റിക് പ്രോഗ്രഷൻസ് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോമൺ ഡിഫറൻസിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ് അരിത്തമാറ്റിക് പ്രോഗ്രഷനിൽ ഒരു ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം അവർ രണ്ടാളും ആഡ് ചെയ്താൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടാൻ. ഓക്കെ, എന്തായാലും കോൺസ്റ്റൻ്റ് നമ്പേഴ്സ് അല്ലേ. ഓക്കെ, എന്നാൽ അത് പോട്ടെ. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഓക്കെ ആഡ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് ടേം ഫ്രം ബിഗിനിങ് ആൻഡ് ഇങ്ങനെ പറയാൻ tk ഫ്രം ബിഗിനിങ് തുടക്കത്തിൽ നിന്നുള്ള ഒരു കേത്ത് ടേം അല്ലെങ്കിൽ മൂന്നാമത്തെ ടേം ഫ്രം തുടക്കത്തിൽ നിന്ന് അത് പ്ലസ് മൂന്നാമത്തെ ടേം ഫ്രം ഒടുക്കത്തു നിന്ന് അല്ലെങ്കിൽ എൻഡിങ് നിന്ന്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു tk ഫ്രം എൻഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ tk ഫ്രം ബിഗിനിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു tk ഫ്രം എൻഡ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ നമുക്ക് പറയാം tk പ്ലസ് tn മൈനസ് 1 അല്ല n k പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് tk ഫ്രം ബിഗിനിങ് പ്ലസ് tk ഫ്രം എൻഡ് ദാറ്റ് ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ്. എന്തുകൊണ്ടാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് tk ഫ്രം ബിഗിനിങ് നോക്കാം. tk ഫ്രം ബിഗിനിങ് എടുത്താൽ ഒരു നോർമലായിട്ട് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇനി tk ഫ്രം എന്താണ് ഒടുക്കത്തൊന്നല്ല tk ഫ്രം എൻഡ്. അപ്പോൾ എൻഡ് ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ പറഞ്ഞ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ തലയിരിക്കും. അപ്പോൾ ഫൈനൽ ടേം എന്ന് പറഞ്ഞാൽ അതാണ് ലാസ്റ്റ് ടേം. അതാണ് ആ തലയിരിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം ആയിരിക്കുമല്ലോ അവിടെ ഉണ്ടാകുന്ന ഫസ്റ്റ് ടേം. സോ ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1. എന്നിട്ട് വരാം ഇവിടെ k ആവും. ഇവിടെയും k ആട്ടോ വേണ്ടത്, k മൈനസ് 1. ഇവിടെ k മൈനസ് 1 d കോമൺ ഡിഫറൻസിന് ഒരു മൈനസ് d ആകും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്ക്. ഇതാണ് ഇത് tk ഫ്രം ബിഗിനിങ് ആണ്, ഇത് tk ഫ്രം എൻഡ് ആണ്. ഓക്കെ, രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്ക് a പ്ലസ് എൽ എന്നാണ് കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക. ദസ് പ്രൂഫ്. അപ്പോൾ നമ്മളിനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സമ്മിൻ്റെ എക്സ്പ്രഷൻ, ഓക്കെ ഏതോ ഒരു സമ്മിൻ്റെ എക്സ്പ്രഷൻ ഈ രീതിയിലാണ്. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ n ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ തന്നിട്ടുള്ള സമ്മ് അതൊരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ ആണെന്ന് പറയാൻ പറ്റും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ സമ്മിൻ്റെ എക്സ്പ്രഷന് എന്ത് ചെയ്യാം, ആ ടേം കണ്ടെത്താൻ പറ്റുക. എങ്ങനെ? സമ്മിൻ്റെ Sn ഇസ് ഈക്വൽ ടു ഗിവൺ ദാറ്റ് an(x²) പ്ലസ് bn. ഓക്കെ, നമുക്കൊരു സംഭവം അറിയാം Sn മൈനസ് 1 ദാറ്റ് ഈക്വൽ tn. അപ്പോൾ ടേം n കിട്ടാൻ വേണ്ടി nth ടേം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? Sn മൈനസ് 1 കൂടി കൊടുക്കും. സോ എൻ്റെ സ്ഥാനത്ത് ഇത് n മൈനസ് 1 കൊടുക്കും. സോ an മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് bn മൈനസ് b എന്ന രീതിയിൽ വരും.
ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, എന്നിട്ട് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക, എ ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു പ്ലസ് ബി. ഓക്കെ, ഇപ്പോൾ നോക്കി നോക്കാം നമുക്ക് ടേം n കിട്ടിയ നോക്കി നോക്ക്, ഒരു ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ടേം nth ടേം കിട്ടിയിട്ടുണ്ട്, ഒരു nth ടേം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി nth ടേമിൽ നിന്ന് നമുക്ക് എന്താണ് എടുത്താൻ്റെ, ഇനി ഇത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ടി എൻ മൈനസ് 1 അതെന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ടി എൻ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 2n മൈനസ് 1 പ്ലസ് ബി. ടി എൻ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈ സ്ഥലത്ത് n മൈനസ് 1 കൊടുക്കുക. സോ 2 ഇൻറ്റു n മൈനസ് 1 എന്ന് എഴുതും. 2n മൈനസ് 2 മൈനസ് 1, സോ 2n മൈനസ് 3 എന്ന രീതിയിൽ വരും. സോ എ ഇൻറ്റു 2n മൈനസ് 3 പ്ലസ് ബി വരും. ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ, ഇത് പോയി, ഇതുകൂടി മൈനസ് ചെയ്ത് ദാറ്റ് ഈസ് എ കോമൺ വരും. 2n മൈനസ് 1 മൈനസ് 2n പ്ലസ് 3 എന്ന് വരും. ഇത് പോയി 2. സോ 2a എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കോൺസ്റ്റൻ്റ് ആണല്ലേ, ഒരു എന്നിൻ്റെ ടേമിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നോക്കി നോക്കി ടി എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ കോമൺ ഡിഫറൻസ്. ബിക്കോസ് ഒരു ടേം ആ ടേമിൻ്റെ ബാക്കിലുള്ള ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടേം കിട്ടുന്നത് മീൻസ് ആ കോൺസ്റ്റന്റ് ടേമാണ് കോമൺ ഡിഫറൻസ്. അതാണല്ലോ അരിത്തമാറ്റിക് പ്രോഗ്രസിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ കിട്ടി നമുക്ക്. സം ഓഫ് ദി ടേംസ് ഈ രീതിയിൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന 2a എയുടെ സാധനം അത് നമ്മൾ 2 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടാൻ ഒരു മെത്തേഡും കൂടി ആയെന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ സം ഓഫ് ദി ഫസ്റ്റ് ടേംസ് അല്ലെ, 1th ടേം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടേം വരെയുള്ള സീക്വൻസിൻ്റെ സം എന്ന് പറഞ്ഞാൽ അത് ടേം 1 ആണെന്ന കാര്യം മനസ്സിലാക്കണം. S2 എന്ന് പറഞ്ഞാൽ ടേം 1 പ്ലസ് ടേം 2 ആണ്. S3 എന്ന് പറഞ്ഞാൽ ടേം 1 പ്ലസ് ടേം 2 പ്ലസ് ടേം 3 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതിന് ഫൈൻ നേച്ചറാണ്. ഒന്നാമത് കോമൺ ഡിഫറൻസ് അത് എത്ര 8 എന്ന് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ എഴുതി വെക്കാം കോമൺ ഡിഫറൻസ് അറിയാം. പിന്നെ ഫസ്റ്റ് ടേം എവിടെ നിന്ന് കിട്ടാൻ, ഫസ്റ്റ് ടേം ഇവിടെ S1 കൊടുക്കുക. സോ 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 4 പ്ലസ് 5. സോ 9 ആണ് ഫസ്റ്റ് ടേം. സോ 9 പ്ലസ് 17 ആ രീതിയിൽ ഇങ്ങനെ പോകും. ഓക്കെ, പിന്നെ അടുത്തൊരു കൺസെപ്റ്റാണ് എന്ത്, നമ്മൾ ഒരു പർട്ടിക്കുലർ ടേം എന്ന് റൈറ്റ് സൈഡിലോട്ടേക്ക് പോയി എത്രയോ ഒരു കെ റൈറ്റ് സൈഡിലോട്ടേക്ക് പോയി, അതേപോലെ ഒരു പർട്ടിക്കുലർ ടേം എന്ന് അതേ പർട്ടിക്കുലർ ടേം തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഒരു കെ സ്റ്റെപ്സ് ബാക്കോട്ടേക്ക് പോയി അത് രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നടുക്കത്തെ പർട്ടിക്കുലർ നമ്പർ കിട്ടും എന്നുള്ള കാര്യം അത് മനസ്സിലാക്കാം. ഓക്കെ, അത് ഇനി അത് ഏത് കൺസെപ്റ്റിനെ ബേസ്ഡ് ആണെന്ന് ചോദിച്ചാൽ അതിനെ എങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് എന്താ പറയുക, ടി ആർ പ്ലസ് കെ അതെങ്ങനെ കിട്ടാൻ, ടി ആർ പ്ലസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടി ആർ പ്ലസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൽ നിന്ന് ആർ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ടേം നമ്മൾ സെലക്ട് ചെയ്യൽ, ആർ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ടേം കെ അങ്ങോട്ടേക്ക് പോയി. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും ടി ആറിൽ നിന്ന് ഒരു കെ ഇൻറ്റു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത്, അതേപോലെ ടി ആർ മൈനസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആറിൽ നിന്ന് ഞാൻ കെ കോമൺ ഡിഫറൻസ് കുറച്ച്, കറക്റ്റ് അല്ല. അപ്പോൾ രണ്ടും ആഡ് ചെയ്താൽ എനിക്ക് പറയാൻ പറ്റും 2TR ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടാൻ, TR പ്ലസ് കെ പ്ലസ് TR മൈനസ് കെ എന്ന് കിട്ടും. അങ്ങനെ TR ഇസ് ഈക്വൽ ടു ആ നടുക്കത്തെ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എത്ര സ്റ്റെപ്പ് പോയി ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര സ്റ്റെപ്പ് പോയി ആ രണ്ട് ടേംസ് ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ 2 ചെയ്താൽ നടുക്കത്തെ ആ ടേം കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം.